ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. മത്തായി 16:24. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് മഹത്വത്തിനു മുൻപേ കഷ്ടത കർത്താവിനും കർത്താവിനുള്ളവർക്കും ആവശ്യമെന്ന് കാണിക്കുന്ന ഭാഗമാണിത്. ഇരു കൂട്ടരുടെയും പാത അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് കഷ്ടത നിറഞ്ഞ മാർഗമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വിശേഷണം എന്ന് പറയുന്നത് തന്നെ കഷ്ടതകളിലൂടെയുള്ള പ്രയാണമാണ്. കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവൻ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കുകയും വേണം. മരണത്തിന് വിധിക്കപ്പെട്ടവൻ ക്രൂശ് ചുമന്ന് പോകണമെന്നുള്ളത് ഒരു സാധാരണ നടപടിയായിരുന്നു അന്ന് റോമൻ നിയമത്തിൽ. അവിടെ സ്വയത്തിന് സ്ഥാനമില്ല. അപ്പോൾ അതിനോട് ചേർത്ത് നിർത്തിയാണ് നമ്മുടെ വിശ്വാസത്തെ കർത്താവ് രേഖപ്പെടുത്തുന്നത്. വിശ്വാസി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒരുവനെ ലോകത്തിന് മരിച്ചവനാക്കുന്നു. വിശ്വാസത്തിൻ്റെ വസ്തുത അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യമായി തീരണം. ഒരു ക്രിസ്തീയ വിശ്വാസി ക്രിസ്തുവിനോട് കൂടെ മരിച്ചവനായി തന്നെത്താൻ എണ്ണേണ്ടതിനാണ് ഈ വേദഭാഗങ്ങൾ നമ്മെ കുറച്ചുകൂടെ ഉജ്ജ്വലിപ്പിക്കുന്നത്. അത് റോമാലേഖനം 6-ാം അധ്യായത്തിലും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കാനുള്ളവനാണ്. മറ്റ് ഒരു വിധത്തിൽ പറഞ്ഞാൽ താൻ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന് മരിച്ചിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തണം. ഈ കാര്യം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും യോസേഫിൻ്റെ അസ്ഥികളെ കൊണ്ടുപോകുന്നതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം 50-ാം അധ്യായത്തിൽ കാണുന്നു. പിന്നീട് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അതിനെ എടുത്തുകൊണ്ട് വരുന്നതും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓരോരുത്തൻ താൻ്റെ ക്രൂശ് വഹിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം. നമ്മൾ കർത്താവിൻ്റെ ക്രൂശല്ല വഹിക്കുന്നത്, നമ്മുടെ സ്വന്തം ക്രൂശാണ്. നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ക്രൂശിന് സമാനമാകാം. നമ്മുടെ സ്വയപരിത്യാഗം ക്രൂശ് പോലെയാകാം. നമ്മുടെ സഹനതകൾ ക്രൂശിൻ്റെ അനുഭവങ്ങളാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നാൽ ഈ ക്രൂശിനെ ചുമക്കുക എന്നതാണ് അർത്ഥം. അതായത് ലോക ചരിത്രത്തിൽ ഏതൊരു ഗുരുവിനെയും പിൻപറ്റുന്ന ശിഷ്യന്മാർ ഗുരുവിൻ്റെ നൊമ്പരങ്ങളിലും സഹനതകളിലും പങ്കാളികളാകണം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അവസാനമായി പറഞ്ഞത്, നിങ്ങൾ എല്ലായിടത്തും പുറപ്പെട്ട് സകലരെയും എൻ്റെ ശിഷ്യന്മാരാക്കണം എന്നാണ്. വിശ്വാസി എന്നതും ശിഷ്യൻ എന്നതും വ്യത്യസ്തമായ നിലകളിലുള്ളതാണ്. ആർക്കും ഒരു വിശ്വാസിയാകാം, എന്നാൽ എല്ലാവർക്കും ഒരു ശിഷ്യനാകാൻ സാധിക്കില്ല. ഗുരുവിൻ്റെ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങുന്നവനാണ് ശിഷ്യൻ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ഒരു ഇടയൻ്റെയും ആടിൻ്റെയും ഉപമ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നു. ആടിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറുള്ളവനാകണം ഇടയനെന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം
10-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ കണ്ട ത്യാഗങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്നു എന്നെങ്കിൽ മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കാൻ ഇടയാകണം. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ജീവിത സരണികളാണ്. അതിനെ സ്വീകരിപ്പാനും ജീവിപ്പാനും നമുക്ക് സാധിക്കണം. എങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. സഹനതയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിന് സമാനമായ ജീവിത ഇടങ്ങളിൽ, പ്രതിരോധങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുതലും സഹനതയും നമ്മോടും നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.